പൂജയിൽ ജലത്തിന്റെ പ്രതീകമായി സമർപ്പിക്കുന്നത് എന്താണ്? ഉത്തരം നിവേദ്യം. നവരാത്രി മഹോത്സവം ഏതു മാസത്തിൽ ആരംഭിക്കുന്നു? ഉത്തരം കന്നിമാസം. ഓം വിശ്വം വിഷ്ണുർവഷ്ടകാരോ എന്ന വരികൾ ഏത് പുണ്യഗ്രന്ഥത്തിലേതാണ്? ഉത്തരം ശ്രീ വിഷ്ണു സഹസ്രനാമം. ദേഹം ദേവാലയം, അതിനുള്ളിലെ ജീവൻ സദാശിവവുമാണ് എന്ന് പറയുന്ന ഗ്രന്ഥമേത്? ഉത്തരം കൂളാർണവ തന്ത്രം. യക്ഷഗാനത്തിന്റെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ ശിവറാം കാരന്ത്. മുത്തമിഴ് കാവ്യം എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം രാമകഥപ്പാട്ട്. കർണനെ മുഖ്യ കഥാപാത്രമാക്കി പി കെ ബാലകൃഷ്ണൻ രചിച്ച നോവൽ ഇനി ഞാൻ ഉറങ്ങട്ടെ. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം യക്ഷഗാനം. ലങ്കാദഹനത്തിൽ നശിക്കാതിരിക്കുന്ന ഏക കൊട്ടാരം ആരുടേതാണ്? വിഭീഷണൻ. മണ്ഡലകാലം എന്നത് എന്നാണ്? വൃശ്ചികം 1 മുതൽ 41 ദിവസം. തൃക്കാക്കര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ്? വാമനൻ. ശ്രീരാമന് ബ്രഹ്മാസ്ത്രവും വിഷ്ണുചക്രവും സമ്മാനിച്ചത് ആര്? വിശ്വാമിത്രൻ. ഏതു മംഗളകർമ്മങ്ങൾ തുടങ്ങുന്നതിന് മുൻപും ആദ്യം വന്ദിക്കുന്ന ദേവൻ ആരാണ്? ഗണപതി. രാവണന് സദ്ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത മുത്തച്ഛന്റെ പേര് മാല്യവാൻ. ഷഷ്ടിവ്രതം ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് അനുഷ്ഠിക്കുന്നത്? ഉത്തരം സുബ്രഹ്മണ്യൻ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ രാജാവ് ആര്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അന്ധനായ ധൃതരാഷ്ട്രർക്ക് മഹാഭാരത യുദ്ധം വിവരിച്ചു കൊടുത്തിരുന്നത് ആരായിരുന്നു? സഞ്ജയൻ. ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിസ്ഥാനം തികച്ചും ഭാരതീയമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം നാനാത്വത്തിൽ ഏകത്വം. ബലിമുദ്രയ്ക്ക് ഉപയോഗിക്കുന്ന വിരലുകൾ ഏതെല്ലാം? പെരുവിരലും മോതിരവിരലും. പൂജയിൽ ധൂപത്തിന് ഉപയോഗിക്കുന്ന ദ്രവ്യം? ഉത്തരം അഷ്ടഗന്ധം. പാണ്ഡവ കൗരവന്മാരെ ഗദായുദ്ധം പഠിപ്പിച്ചത് ആരാണ്? ഉത്തരം ബലരാമൻ. അനന്തവിജയം ആരുടെ ശംഖിന്റെ പേരാണ്? യുധിഷ്ഠിരൻ. പാണ്ഡവരെ ചതിച്ചു കൊലപ്പെടുത്താൻ വേണ്ടി അവർക്ക് അരക്കില്ലം എന്ന ഗൃഹം നിർമ്മിച്ചു കൊടുത്തിരുന്നു. ആരാണ് ഇത് നിർമ്മിച്ചു നൽകിയത്? ഉത്തരം ധൃതരാഷ്ട്രർ. വൃശ്ചിക മാസത്തിൽ വേദപരീക്ഷ നടക്കുന്ന കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത്? ശ്രീരാമൻ. സപ്തമാതൃക്കളോടൊപ്പം അംഗരക്ഷകരായുള്ളവർ ആരെല്ലാം? ഉത്തരം വീരഭദ്രൻ, ഗണപതി. കൂത്തമ്പലത്തിൽ കൊട്ടുന്ന വാദ്യം? മിഴാവ്. ഉടലോടെ സ്വർഗത്തിലെത്താൻ ആഗ്രഹിച്ച രാജാവാണ് തൃശങ്കു. തൃശങ്കുവിനായി തൃശങ്കു സ്വർഗം നിർമ്മിച്ചത് ആരാണ്? ഉത്തരം വിശ്വാമിത്രൻ. ശ്രീവത്സം ആരുടെ മാറിലെ അടയാളമാണ്? മഹാവിഷ്ണു. മതം കച്ചവട ചരക്കാക്കി മാറ്റുന്നവരാണ് മതത്തിന്റെ പേരിൽ കലഹിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞത് ആര്? സ്വാമി സിദ്ധാനന്ദൻ. ഒരു മനുഷ്യൻ തന്റെ മതത്തിന്റെ ഹൃദയത്തിൽ എത്തുന്നുവെങ്കിൽ അയാൾ മറ്റു മതങ്ങളുടെ ഹൃദയത്തിലും എത്തിയിരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഗാന്ധിജി.